ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള താൽക്കാലിക ഒഴിവിനെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് നാഷണൽ ആയുഷ് മിഷനിലേക്കാണ്. അപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ ട്രിവാൻഡ്രം ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസ് മുഖേന നടത്തുന്ന വിവിധ പദ്ധതികളിലേക്ക് മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും പിന്നെ MS ഓഫീസിലുള്ള നോളജും ആണ് ഈ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. അപ്പോൾ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ ബിൽഡിംഗ് 5ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആവശ്യമായ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനുവരി മാസം 31-ാം തീയതി രാവിലെ 11-ന് മുമ്പായി നേരിട്ടാണ് ഹാജരാക്കേണ്ടത്. അപ്പോൾ ഇത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷ നേരിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി മാസം 28-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. നമുക്ക് അടുത്ത ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നത് വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ്. അപ്പോൾ കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോമിലേക്ക് കെയർടേക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തും. അപ്പോൾ ഒരു ഒഴിവാണുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണ്. അടുത്തയായിട്ട് പറയുന്നുണ്ട് 25 വയസ്സ് പൂർത്തിയായവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് 30-നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് പ്രതിമാസം വേതനമായിട്ട് ലഭിക്കുന്നത് 12,000 രൂപയാണ്. അടുത്തായിട്ട് പറയുന്നു നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഫെബ്രുവരി മാസം 6-ന് രാവിലെ 11-ന് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ്, അതായത് പൈനാവിലുള്ള SBIക്ക് സമീപമുള്ള വനിതാ ശിശുവികസന ഓഫീസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിലേക്ക് ഹാജരാകണം. അപ്പോൾ ഇതിലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 0472348666 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഡെയിലി ജോബ് വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി പുതിയ എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ.